ചേച്ചി കാറിനകത്ത് ഇരിപ്പുണ്ട്. മോള് പോയി വിളിച്ചോണ്ട് വാ. വാ സാറേ. ചേച്ചി പാവം പിടിച്ച കൊച്ചിനെ വഴിതെറ്റിച്ച് കൊണ്ടുപോയിട്ട് ന്യായം പറയാനിരിക്കുവാണോ ഇയാള്? ആണോ? ഇനി ഞങ്ങൾക്കിവിടെ ജീവിക്കാനാകുമോ? ഞങ്ങളുടെ കൊച്ചിനൊരു നല്ല ജീവിതം കിട്ടുവോ? ഇയാള് പറ. ഇളയ കൊച്ചിന് സ്കൂളിൽ പോകുന്നില്ലെന്നാ പറയുന്നേ. മാനം കെട്ട് ഞങ്ങളെ എല്ലാവരോടെ കൊന്ന് ഈ വീടിന് തീ വെക്ക്. തീരിട്ട് സമാധാനമാകുമല്ലോ. പെണ്ണമ്മേ, കാര്യം സംസാരിക്കരുത്. ഈ സാർ നല്ലവനാ. ഞങ്ങളെ ചതിക്കാൻ പോരുടെ കയ്യിൽ നിന്ന് ഈ സാറാ രക്ഷപ്പെടുത്തിയത്. എന്നിട്ട് സാറും ഇപ്പൊ കേസ് കുടുങ്ങി. വെറുതെ അത് വിധം പറഞ്ഞ സാറിനെ ബുദ്ധിമുട്ടിക്കാതെ. പള്ളി വിലക്കൊന്നാ പറഞ്ഞിരിക്കുന്നത്. നാട്ടുകാരുടെ മുന്നിൽ തലകുനിച്ച് ജീവിക്കാൻ വയ്യ. വല്ല കുരുടാനും കലക്കി നിങ്ങൾ തീരട്ടെ. ഞാൻ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും നാണക്കേട് ഉണ്ടായിട്ടുണ്ടെങ്കിലേ അത് ഞാൻ തന്നെ പരിഹരിച്ചോളാം. എന്ത് പരിഹാരമാണ്? ഒരു പരിഹാരവും ഇല്ല. ഞാൻ കാരണം പേരുദോഷം കേട്ട പെണ്ണ ആൻസി. അവൾക്ക് എന്തുവരെ പഠിക്കണോ അതുവരെ ഞാൻ പഠിപ്പിക്കും. അവൾ അനീത്തയും പഠിപ്പിക്കും. അവൾക്ക് ഇവിടെ കഴിയാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ. ഞാനൊരു വീട് വാടകയ്ക്ക് എടുക്കാം. അതിനപ്പുറം എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തോളാം. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. പിന്നെ ഒരു കാര്യം, ഇത് തുടങ്ങി വെച്ചത് ഞാനല്ല, നിങ്ങളും നിങ്ങളുടെ മകളും ഇതിന്റെ കാരണക്കാരാ. നിങ്ങൾ കാരണം ഞാനും ഇതിൻ്റെ അകത്ത് പെട്ടു. അതുകൊണ്ട് നിങ്ങൾ ഓർത്തോണം. ഇന്ന് നമുക്ക് സൈറ്റ് വിസിറ്റിന് പോവാം. ആ മേയറെ ഒന്ന് കാണണം. പിന്നെ ആ ഓഡിറ്ററുടെ അപ്പോയിന്റ്മെന്റ് 4 മണിക്ക്. ഞാൻ എത്താന്ന് പറ. മീറ്റിംഗ് ഫിക്സ് ചെയ്തോ? ആ റിസീവർ എടുത്ത് മാറ്റി വെക്ക. ശരി. ചെവി വേദന എടുക്കുക. വിശേഷം തിരക്കാനുള്ള ഓരോരോ വിളികള്. മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. അതെ, നമ്മുടെ മിസ്സസ് ജേക്കബിന്റെ വീടിന്റെ അടുത്താ അവൻ ആ പെണ്ണിനെയും കുടുംബത്തെയും കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നേ. ജേക്കബിന്റെ വീടിനടുത്ത്? അവിടെ തന്നെ. ലതേ, ഒരു വണ്ടി വന്നു. ആരാന്നൊന്ന് നോക്കിയേ. ഇറങ്ങി വാ മോളെ. നമ്മുടെ വീടല്ലേ മോളെ ഇത്? വാ വാ, കേറി വാ. കേറി വാ. വന്നോ, കേറിയിരിക്കെ. വാ വാ, കേറിയിരിക്കും. ഇരുന്നോ. നിങ്ങളിവിടെ ഇരിക്കും. ശരി, ഞാൻ പോയി ചേട്ടനെ കണ്ടിട്ട് വരാം. ആയിക്കോട്ടെ. കുടിക്കാൻ എന്താ വേണ്ടേ? ഒന്നും വേണ്ട. ഞാൻ ഇപ്പൊ വരാം. ചേച്ചി, അവർക്കൂടെ ചായ എടുക്കണേ. ആരാ നിന്റെ കൂടെ? അത് മനസ്സിലായില്ലേ? അവന്റെ സമ്പന്നക്കാരിയും വീട്ടുകാരും ഒക്കെയാ. നിങ്ങൾ ചെന്നങ്ങ് സ്വീകരിക്കേ. ഞാനൊന്ന് കാണട്ടെ അത് ആരാണെന്ന്. ഇതാണോ പെങ്കൊച്ചല്ലേ? മിടുക്കിയാണല്ലോ. നമ്മളാരാ? ഞാനിവിടെ കൊച്ചപ്പനാ. ഞാനിവരെ ഇങ്ങോട്ട് വിളിപ്പിച്ചോണ്ട് വന്നത് ചേട്ടന്റെ തെറ്റിദ്ധാരണകൾ മാറ്റാനാ. എനിക്കൊരു തെറ്റിദ്ധാരണയില്ല. പിന്നെ
അപ്പോഴേ കൊച്ചപ്പനും മോളും ഒന്ന് പുറത്തോട്ട് നിന്നാട്ടെ. ഞങ്ങൾക്ക് കുറച്ച് കുടുംബകാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഹാ, അല്ല അതിന് അവരോട് കേക്കട്ടെ. ഓരോ തോന്നിവാസങ്ങൾ കാണിച്ചു കൂട്ടും. സിനിമ എന്ന് പറഞ്ഞ് നീ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾ ഇനി ഈ വീട്ടിൽ സഹിക്കാൻ പറ്റത്തില്ല. ഈ വക പരിപാടികൾ നിർത്താതെ ഈ പടി ചവിട്ടിയേക്കരുത്. കണ്ടുപോരുത് ഇവിടെ, മനസ്സിലായോ? അതെ, ഇന്ന് എനിക്കിവിടെ അവകാശപ്പെട്ട വീടാ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് എന്റെ ഷെയർ വേണം. ഷെയറോ? സിനിമ പിടിക്കാൻ? ഇതേ ഇത് നീ ഉണ്ടാക്കിയതല്ല. എന്റെ അപ്പൂപ്പൻ മരതകം പിള്ള വെച്ച വീടാ. മരുതമ്പിള്ള എന്റെ അപ്പൂപ്പനാ. ഇറങ്ങിപ്പോടാ. അവളെ വിളിച്ചോണ്ട് ഇറങ്ങടാ വളിയില്. വല്ല ജോലിക്കും പോടാ. സിനിമ പിടിക്കാൻ നടക്കുന്നു. ഇറങ്ങി പോവാൻ തന്നെ വന്നേ. പക്ഷെ 10 ദിവസത്തെ സമയം ഞാൻ അങ്ങ് തരും, അല്ലെങ്കിൽ ഞാൻ ലീഗലി പോവും. എനിക്ക് എന്റെ ഓഹരി കിട്ടണം. ഓഹരി പുറത്തിരിപ്പുണ്ടടാ. നിന്റെ അപ്പാപ്പനും മറ്റവളും അവര് തരും. സമ്പാദിച്ചു വച്ചിട്ടുണ്ടാവുമല്ലോ. അവള് സമ്പാദിക്കാൻ മിടിക്കുകയല്ലേ. കൊണ്ട് കൊടുക്കടാ. മാർക്കറ്റ് വില കിട്ടും. തോന്നിയാസം പറയരുത്. ചേട്ടനാന്ന് ഞാൻ വിചാരിക്കുകയല്ല. ഇറങ്ങി പോടാ. പോടാ. അങ്ങോട്ട് നടക്ക്. ഈ പഴി ചവിട്ടിയേക്കരുത്. നാണം കെട്ടവൻ. വാ. കണ്ടവളുമാരെ വിളിച്ച് വീട്ടിൽ കയറ്റിയിരിക്കുന്നു. മാഡം, വെഡിങ് സാരീസിന്റെ വർക്ക് കഴിഞ്ഞു എന്നൊന്ന് പറഞ്ഞുതരൂ. ഹലോ ഹലോ പ്രവീൺ, താങ്ക് യു. എല്ലാ വർഷവും ഇങ്ങനെ മറക്കാതെ വിളിച്ച് വിഷ് ചെയ്യുന്നതിന് താങ്ക്സ് ഉണ്ട് കേട്ടോ. ആ, സുഖമായിരിക്കുന്നു. യെസ്. അതെ, അനന്ത് സുഖമായിരിക്കുന്നു. ഓ, വലിയ സെലിബ്രേഷൻ ഒന്നും ഇല്ല. ശരി. ഒരു പ്രൊജക്റ്റായി വരുന്നുണ്ട്. ആർട്ടിസ്റ്റിന്റെ എന്തോ ഡേറ്റ് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ശരി, ഞാൻ അന്വേഷിച്ചായിട്ട് പറയാം. ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഞാൻ ഋഷിയ. ഗുഡ് മോർണിംഗ്. ആൻസി ഇല്ലേ? മോളിലുണ്ട്. ഓക്കെ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഹലോ. ചേച്ചി, MD വിളിക്കുന്നു. മാഡോ എപ്പോന്നു? കുറച്ചേരായി. മോനും ഉണ്ട്. അല്ലേ തന്നെ എനിക്ക് മാഡത്തെ കണ്ട് നേരത്തെ ഇറങ്ങാനുള്ളതാ. നമ്മൾ രണ്ടാളും ചെന്നിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, ഒരു ഗിഫ്റ്റ്? അത് തന്നെ വാങ്ങാം. എന്റെ ചേച്ചി,
ഞാൻ ആ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. എടി ഇവിടുത്തെ ഡ്രസ്സ് കോസ്റ്റ്ലി ആണെന്ന് നിനക്ക് അറിയില്ലേ? എനിക്കിത് പറ്റില്ല. ചേച്ചി ഇത് കവർ മാത്രമേ ഉള്ളൂന്നേ. ചേച്ചി സെലക്ട് ചെയ്ത കടയിൽ നിന്ന് തന്നെ ഇത് വാങ്ങിച്ചത്. ഇത് വാങ്ങാനായിട്ട് നിന്റെ എവിടുന്ന പൈസ? എൻ്റെ ഉണ്ടായിരുന്നു. എവിടുന്ന്? അതിന് നിനക്ക് ശമ്പളം കിട്ടിയിട്ടില്ലല്ലോ. അത് ആ ചേച്ചി ശമ്പളം കിട്ടുമ്പോൾ എനിക്ക് തന്നാ മതി. പറ, ഇത് വാങ്ങാനായിട്ട് എവിടുന്ന പൈസ കിട്ടിയത്? ഫ്രണ്ട് വന്നു. ഫ്രണ്ട് പൈസ തന്നോ? അതേതാ ഞാൻ അറിയാത്തൊരു ഫ്രണ്ട്. ആ ഫ്രണ്ടിന്റെ പേരെന്ന് പറഞ്ഞു. ചേച്ചി ആരോടും പറയരുത്. പറ. ഋഷി. ഋഷിയോ? മാഡത്തിന്റെ മോനോ? പ്രിയെ, നീ ഇവിടുത്തെ വെറൊരു ജോലിക്കാരി, അത് മറന്നു പോരുത്. വളർന്നൊരു പെണ്ണല്ലേ. അവന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് ഒട്ടും ശരിയായില്ല. ഋഷിചേട്ടൻ എന്റെ വിഷമം കണ്ട് സഹായിച്ചതാ. ഞങ്ങൾ നല്ല ഫ്രണ്ട്സാ. ഇതെത്ര നാളായി തുടങ്ങിയിട്ട്? ആൻസി, ഞാൻ കുറച്ചു നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. അയ്യോ, ഞാൻ വരുമോ മാഡം? നമ്മുടെ പുതിയ സാരി കളക്ഷൻസിന്റെ FB ലോഞ്ചാണ്. വർക്ക്ഷോപ്പ് സൂപ്പർവൈസറോട് വർക്ക് ഫിനിഷ് ആയെങ്കിൽ ഒരു പിക്ക് അയക്കാൻ പറയണം. ശരി ഋഷി. പ്രോഡക്റ്റ് ഓക്കെയാ. FB ലൈവിന് സമയായി. റെഡി ആയിക്കോ. ഓക്കെ മാഡം. ആ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു മാഡം. അടുത്ത വീക്കെൻഡിന് എന്റെ വക ഒരു ട്രീറ്റ് ഉണ്ട്. അനന്തനെ മക്കളെയും കൂട്ടിക്കോളൂ. ശരി മാഡം. ഞാൻ നടത്തുന്ന ഫാഷൻ ഷോയില് ആൻസി അനന്തകൃഷ്ണന് ഡിസൈൻ ചെയ്യാൻ താല്പര്യമുണ്ടോ? നമുക്ക് പ്ലാൻ ചെയ്ത് നോക്കാം. ശരി. ആ ദാ പെണ്ണുപിള്ളയുടെ ലൈവ് വന്നല്ലോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഹിമ കളക്ഷൻസ് എന്ന് വാൻസിയാണ്. അപ്പൊ ഞാൻ FB ലൈവിൽ വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും കുറച്ചെങ്കിലും ഗസ് ചെയ്തിട്ടുണ്ടാവും എന്തെങ്കിലും പുതിയ റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണെന്ന്. ശരിയാണ്, നിങ്ങൾ ഗസ് ചെയ്തത്. ഇത്തവണയും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു നല്ല എക്സ്ക്ലൂസീവ് കേരള ഡിസൈനർ സാരികളുടെ അടുത്ത കളക്ഷനുമായിട്ടാണ്. എന്ത് രസമല്ലേ അമ്മ കാണാൻ. അയ്യേ അമ്മ പന്ന സാരി കൊടുത്തേക്കുന്നത് നോക്ക്, എത്ര കമന്റ്സാ നോക്ക്. ഇത് വൈറലാവും. നമ്മളെയൊക്കെ എപ്പോഴാ ലൈവിൽ കൊണ്ടുവരുന്നതെന്ന് നോക്കി. എവിടാ ഷോപ്പ്? ഞാൻ ഫാനാണ്, സീരിയൽ നടിയാ. പക്ഷെ അമ്മയുടെ അത്രയും കാണാൻ കൊള്ളത്തില്ല. ഇനി പറയാനുള്ളത് ഈ സാരിയുടെ പ്രൈസിങ്ങിനെ കുറിച്ചാണ്. ഈ സാരിയിൽ ഹാൻഡ് വർക്കും ബീഡ് വർക്കും ഒക്കെ ചെയ്തിരിക്കുന്നതിന്റെ പല്ലു പോർഷനിലാണ്. സോ ഒരു 3000 റേഞ്ചിൽ വരുന്ന സാരിയാണിത്. ഇനി ഈ സാരിയിൽ മുഴുവനും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു 5000 മുതൽ 10,000 റേഞ്ച് വരെ വരും. അപ്പോൾ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾ വാങ്ങുക. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് ഓർമ്മിപ്പിക്കട്ടെ. ഈ സാരി വരുന്നുണ്ട് രവികുമാർ പൈലറ്റ്. പുറകെ കാണും പന്തളം ഉപയോഗിച്ചിരുന്ന സംഘവും. സാരിയിൽ നമ്മള് കോട്ടണും സിൽക്കും മിക്സ് ചെയ്തിട്ടുള്ള സാരിയാണ്. എന്നാ ശരി എന്നാ. ഹലോ ഹലോ. ആ വായിരിക്കേ. ഹലോ ഹലോ. ആ ഇരിക്കൂ. ഇന്ന് എഗ്രിമെന്റ് എന്നാ കേട്ടത്. വലിയ പ്രോജക്റ്റാ. 1000 കോടി എന്നൊക്കെയാ പറയുന്നത്. കഴിഞ്ഞ പടം 100 കോടി ക്ലബിൽ കയറിയല്ലേ. അതിന്റെ ജാടയല്ല അവന്മാർക്കും. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. വരുന്നുണ്ട് വരുന്നുണ്ട്. എന്ത് പറയണേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അച്ചായൻ ഇരിക്ക. നീയേ എന്നെ വിട്ടിട്ട് പിന്നെ എത്ര പടം ചെയ്തു? ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഈ ബേബി സമ്മതിക്കില്ല.
ഇപ്പോഴേ ഞാൻ 2 പടം ചെയ്യാൻ പോവാ. 1000 കോടി. അവിടെ ഡ്രൈവർമാരുടെ ജോലിയുണ്ട്, അല്ലെങ്കിൽ പ്രൊഡക്ഷനില്. നിനക്ക് ഏതെങ്കിലും ചെയ്തു വിടാ. ഏയ്, നിനക്ക് ചെലവിന് കാശാവൂടാ. ഔ, ഇപ്പണെങ്കിൽ ഡ്രൈവർമാരുടെ ബാറ്റ് ഒരുപാട് കൂട്ടിയിട്ടുണ്ട്. ഇവനെ ഭാര്യയുടെ ചെലവിലല്ലേ ജീവിക്കണേ. അവനെ ഈ കവർത്തൽ തല്ലിയേക്കണേ. ഈ കവറും കൂടി തല്ലിട്ടാ അവൻ. മതി മതി മതി, പോട്ടെ പോട്ടെ പോട്ടെ. കാണാട്ടോ പോട്ടെ. നീ ചെല്ല്. പോട്ടെ ചായ. സോറി ട്ടാ. കാണാം. വിട്. ഇരിക്കടാ. ആഹാ, നേരത്തെ കേറി കിടന്നോ മൂന്നും കൂടെ? അമ്മേരെ ലൈവിനെ കുറിച്ച് ഇവള് കുശുമ്പ് പറഞ്ഞമ്മേ. ആ, അവൾ അതും പറയും അതിനപ്പുറവും പറയും. അച്ഛ ഈ അമ്മയ്ക്ക് ഭയങ്കര ഫാൻസാ, സൂപ്പർ സ്റ്റാറാ. പിന്നെ അച്ഛന്റെ സിനിമയിലേ ഇനി വേറൊരു നായിക വേണ്ട, അമ്മ മതി. മതി മതി, പോയി കിടന്ന് ഉറങ്ങിക്ക് രണ്ടാളും. എഴുന്നേറ്റ്. ഇനി ഇത് കഴിക്കരുത് അവിടെ പോയിരുന്നിട്ട്. ചെല്ലേ, പോകുന്ന വഴിക്ക് ആ ലൈറ്റ് കൂടെ അങ്ങ് ഓഫ് ചെയ്തു. ആ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഉമ്മ. സാധാരണ കാണാത്തൊരു കാഴ്ചയാണല്ലോ ഇന്നീ കാണുന്നേ. ഇന്ന് കമ്പനിയൊന്നും ഇല്ലായിരുന്നോ? സാധനം തീർന്നു എന്ന് വിചാരിച്ച വിഷമിക്കുന്നതെങ്കിലേ വേണ്ട, ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. വേണ്ട. വേണ്ടാന്നോ? അയ്യോ, ആദ്യമായിട്ടാണല്ലോ ഇങ്ങനൊരു സംഭവം. ഓ, ഇത്തവണത്തെ വെഡിങ് ആനിവേഴ്സറി ഇങ്ങ് സ്പെഷ്യൽ ആക്കാന്ന് വിചാരിച്ചു അല്ലേ? എങ്കിൽ കൊള്ളാം. എന്താ പ്രശ്നം? പറ. നമ്മുടെ ഡേവിഡ് ഇപ്പോ ദുബായിൽ എവിടെയാ? നിനക്കറിയോ? നമ്പർ മാറിയോ? എന്താ ഇപ്പൊ ഡേവിഡിനെയൊക്കെ അന്വേഷിക്കുന്നേ? അവന്റെ പ്രൊഡക്ഷൻ കമ്പനിയിൽ സ്റ്റാഫായിട്ട് ആരെങ്കിലും കിട്ടുമെന്ന് ഇടയ്ക്ക് എന്നോട് ചോദിച്ചിരുന്നു. അതിനിപ്പോ ആരെ പറഞ്ഞു വിടാനായിട്ട് ഇവിടുന്ന്? അത് ഈ സിനിമയൊന്നും ഇനി പറ്റത്തില്ല മോളെ, വയ്യ. 10-20 വർഷമായിട്ട് ഒരുപാട് ഉയർച്ചയും താഴ്ചയും കണ്ടു. ഇനി മുകളിലോട്ട് പോകാൻ സ്ഥലമില്ല. ചവിട്ടി താഴ്ത്താനായിട്ടേ ഒരുപാട് പേര് നിൽക്കുമ്പോൾ വേണ്ട, ഒഴിവാക്കുക, അല്ലെങ്കിൽ ഒഴിഞ്ഞു പോവുക. ഇനി അത് തന്നെയാണ് നല്ലത്. ഇത്രയും നിരാശ തോന്നാൻ എന്താ ഉണ്ടായേ? ആ കൊടുവള്ളി കൊണ്ടുവന്ന പ്രൊജക്റ്റ് എല്ലാം ശരിയായെന്നല്ലേ എന്നോട് പറഞ്ഞേ? പഴയ ശത്രുക്കളെല്ലാം മുന്നിലുണ്ട്. ചക്രവാണിയും പന്തളം ബേബിയും എല്ലാം ഉണ്ട്. അയാള് വലിയ കോടീശ്വരനായതൊക്കെ ഇങ്ങനെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ? അവരൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞേക്കണം. നമുക്ക് നമ്മുടെ വഴിയെ പോയാ പോരെ? എല്ലാ വഴികളും നിയന്ത്രിക്കുന്നത് അവനും അവന്റെ ഗ്രൂപ്പുമാണ്. എന്ന് വെച്ചാ സിനിമയിൽ ആരെ എങ്ങോട്ട് ചലിക്കണം, ഏത് പ്രോജക്റ്റ് നടക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള പവർ അവന്മാരുടെ കയ്യിലാണ്. നമ്മൾ രക്ഷപ്പെടാൻ ഇനി അവൻ സമ്മതിക്കില്ല. ജീവിതത്തിൽ ഒരിക്കലും എന്റെ മുന്നിൽ വന്നുപെടരുതെന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചതാ. പക്ഷേ എങ്ങോട്ട് പോയാലും എന്റെ കൺമുന്നിൽ ഇപ്പോൾ അവനാ.
ഇന്ന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇന്നിപ്പോ പുതിയായിട്ട് എന്തോ ഉണ്ടായി? വിട്. നീ ആ ഡേവിഡിന്റെ നമ്പർ എടുക്ക്, ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. ഒരു വിസ അറേഞ്ച് ചെയ്ത് നെക്സ്റ്റ് വീക്ക് എങ്ങാനും അങ്ങോട്ട്. അങ്ങനെ ഇടിപിടി തീരുമാനം എടുത്ത എങ്ങനെയാ? അനന്തു, ഇതെല്ലാം ഒളിച്ചോട്ടോ. ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമൊക്കെ വഴിയിൽ വലിച്ചെറിഞ്ഞിട്ട് നാടോട്ട് പോകാൻ പറ്റുമോ? സിനിമയാണ് അനന്തുവിന്റെ സ്വപ്നം. അതിൽ തന്നെ ജീവിക്കണം, അതിൽ തന്നെ മരിക്കണം എന്നൊക്കെയല്ലേ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇനിയുള്ള കാലവും അങ്ങനെ തന്നെ മതി, ഇനി എത്ര കഷ്ടപ്പെട്ടാലും. ജയിക്കും, അനന്ത് ജയിക്കും, എനിക്ക് ഉറപ്പാ. കടക്കാരുടെ മുന്നിൽ ചെന്ന് പെടലേന്ന് പ്രാർത്ഥിച്ചിട്ടാ ഡെയിലി ഇറങ്ങുന്നത്. അപ്പൊ എന്റെ സ്വപ്നത്തിന് എന്തു വാല്യൂ ഉള്ളത്? പണമില്ലാത്തിടത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരിക്കൽ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ, ഇപ്പം ഞാനത് തിരിച്ചെടുക്കുക. അനന്തന്റെ കുടുംബക്കാരുടെ ഒരു പൈസ പോലും നമുക്ക് വേണ്ടെന്ന് ഞാൻ തന്നെയാ പറഞ്ഞേ. പക്ഷേ നമുക്ക് ദൈവം കരുതി വെച്ചത് മറ്റുള്ളവരങ്ങനെ അനുഭവിക്കണ്ട. അതല്ലേ അവരൊക്കെ ഇങ്ങനെ വളർന്നത്. ഇനി നമുക്കത് ചോദിച്ചു വാങ്ങിക്കണം. വാങ്ങിക്കണം അനന്തു. എന്റെ അനന്തം ജയിക്കണം, ജയിച്ചേ പറ്റൂ. നമുക്ക് നേരായ വഴി മതി. ഇനി ലീഗലി പോണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പോ. നീ ഉറപ്പിച്ചു തന്നെയാണ് പറയുന്നത്? അതെ.